താൻ കട്ടിലിൽ നിന്ന് താഴെ വീണതാണ് എന്ന മൊഴി ആവർത്തിച്ച് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ മാതാവ് ഷെമി. അഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഷെമി കഴിഞ്ഞ ദിവസമാണ് ഡിസ്ചാർജായത്. ജീവിതത്തിനും മരണത്തിനുമിടയിൽ കഴിച്ചുകൂട്ടിയ 17 ദിവസത്തിന് ശേഷമാണ് വെഞ്ഞാറമൂട് സംഭവത്തിൽ ജീവനോടെ അവശേഷിച്ച ഇര ഷെമി ആശുപത്രി വിട്ടത്. പേരുമലയിലെ വീട്ടിൽ ഇനി താമസിക്കാനില്ല എന്ന നിലപാടിലാണ് ഷെമി. വെഞ്ഞാറമൂട് പ്രവർത്തിക്കുന്ന അഗതി മന്ദിരത്തിലാണ് ഷെമി ഇപ്പോൾ കഴിയുന്നത്. എന്നാൽ ഇപ്പോഴും അഫാൻ തന്നെ ആക്രമിച്ച കാര്യം ഭർത്താവിനോട് പോലും മറച്ചുവെക്കുകയാണ്. മകൻ അഫാൻ കൂട്ടക്കൊലപാതകം നടത്തിയ വിവരം ഭർത്താവ് റഹീം ഷെമിയോട് പറഞ്ഞിരുന്നു. എന്നാൽ അഫാന് ഒരിക്കലും ഇങ്ങനെയൊരു കൊടും ക്രൂരത ചെയ്യാൻ സാധിക്കില്ല എന്നാണ് വിതുമ്പലോടെ ഷെമി മറുപടി നൽകിയത്. തനിക്ക് പരിക്കേറ്റത് കട്ടിലിൽ നിന്ന് വീണു തന്നെയാണ് എന്നാണ് ഷെമി അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. നേരത്തെ മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിലും ഇക്കാര്യം തന്നെയാണ് ഷെമി ആവർത്തിച്ചത്. ക്രൂരക്കൂട്ടക്കൊലയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ടും ഷെമി ഇപ്പോഴും മകനെ സംരക്ഷിക്കുന്നത് എന്തിനാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതിനിടെ അഫാന് നിയമം വിധിക്കുന്ന ശിക്ഷ ലഭിക്കണമെന്നും ഷെമിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നും അബ്ദുൾ റഹീം പറഞ്ഞു. അഫാനെ ഇനി വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നില്ല. എന്തിനാണ് അഫാൻ ഫർസാനിയെയും അഫ്സാനെയും കൊലപ്പെടുത്തിയെന്ന ചോദ്യത്തിന് വിതുമ്പിക്കരയുകയാണ് റഹീം ചെയ്തത്. ഫർസാനിയുടെ കുടുംബത്തെ പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നും റഹീം പറഞ്ഞിരുന്നു. ഇനിയും 1 വർഷത്തോളം ഭാര്യയ്ക്ക് ചികിത്സ തുടരേണ്ടി വരും. തനിക്കിപ്പോൾ ജോലിയൊന്നുമില്ല. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ്. ഇവിടത്തെ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ ഉണ്ടായി എന്ന് അറിയില്ല. തനിക്കുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി വീടും സ്ഥലവും വിറ്റ് തീർക്കാമെന്നായിരുന്നു കരുതിയിരുന്നത്. കൊറോണയ്ക്ക് ശേഷമാണ് സാമ്പത്തിക പ്രതിസന്ധിയും ബാധ്യതയും ഉണ്ടായത്. വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്നും എടുത്ത 15 ലക്ഷം രൂപയുടെ വായ്പ, തട്ടത്തുമലയിലെ ബന്ധുവിൽ നിന്നും വാങ്ങിയ 4.5 ലക്ഷം രൂപയും സ്വർണവും. ഇതാണ് റഹീമിനറിയാവുന്ന സാമ്പത്തിക ബാധ്യതകൾ. സെൻട്രൽ ബാങ്കിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും 4 ലക്ഷം രൂപ റഹീം വിദേശത്ത് നിന്ന് കുടുംബത്തിന് അയച്ചു നൽകിയിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് 2 ലക്ഷം രൂപ മാത്രമാണ് ഷെമിയും മകൻ അഫാനും ചേർന്ന് ബാങ്കിൽ തിരിച്ചടച്ചത്. ശേഷിച്ച പണം എന്തു ചെയ്തുവെന്ന് അബ്ദുൾ റഹീമിന്റെ ചോദ്യത്തിന് ഭാര്യ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല എന്നാണ് സൂചന. വായ്പയെടുത്തതിന്റെയും 2 ലക്ഷം രൂപ ഒറ്റത്തവണയായി തിരിച്ചടച്ചതിന്റെയും രേഖകൾ വെഞ്ഞാറമൂട് പോലീസ് ബാങ്കിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്ക് ശാഖയിലെ ജീവനക്കാർ 8 ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും ഷെമി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അഫാൻ കൊലപ്പെടുത്തുന്നതിനായി ലക്ഷ്യമിട്ടിരുന്ന മറ്റ് 2 സ്ത്രീകളിൽ നിന്ന് തരപ്പെടുത്തിയ വായ്പ തിരിച്ചടയ്ക്കാൻ അബ്ദുൾ റഹീം നൽകിയ പണത്തിലെ ശേഷിച്ച തുക ഉപയോഗിച്ചതായാണ് പോലീസിന്റെ സംശയം. കുടുംബത്തിന്റെ കടബാധ്യത മകനെ ഏൽപ്പിച്ചില്ലായിരുന്നുവെന്നും റഹീം പറഞ്ഞു. അവൻ തനിയെ ഏറ്റെടുത്ത് ചെയ്യുകയായിരുന്നു. വീട് വിൽക്കാൻ നോക്കിയതും അഫാൻ മുൻകൈയെടുത്താണ്. കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം അറിയില്ല. ഇത്രയും കടം പെരുകിയത് എങ്ങനെയെന്നും അറിയില്ല. വീട് വിറ്റ് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനെക്കുറിച്ചാണ് അഫാനുമായി അവസാനം സംസാരിച്ചത്. എന്നാൽ തന്റെ ജീവിതം ഇങ്ങനെ കീഴ്മേൽ മറിയുമെന്ന് അബ്ദുൾ റഹീം കരുതിയില്ല. അതിനിടെ ബന്ധുവായ പെൺകുട്ടിയെയും പിതൃമാതാവിനെയും കൊലപ്പെടുത്തിയ ശേഷം സ്വർണം തട്ടിയെടുക്കാനാണ് അഫാൻ ആദ്യം ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. പെൺകുട്ടിയുടെ മാല തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സമീപിച്ചുവെങ്കിലും ശ്രമം വിജയിച്ചില്ല. കടമായി മാല വേണമെന്നും ക്ലാസ് കഴിഞ്ഞ് നെടുമങ്ങാട് വഴി വന്നാൽ മതിയെന്ന് പറഞ്ഞുവെങ്കിലും കട നൽകാൻ പറ്റില്ല എന്നറിയിച്ച് പെൺകുട്ടി ഒഴിഞ്ഞുമാറുകയായിരുന്നു. മാതാവ് ഷെമിയെക്കൊണ്ടും പെൺകുട്ടിയിൽ നിന്ന് മാല വാങ്ങാൻ ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല. തുടർന്നാണ് താഴെപ്പാങ്ങോട് താമസിക്കുന്ന പിതൃമാതാവ് സെൽമ ബീവിയുടെ മാല തട്ടിയെടുക്കാൻ അഫാൻ ലക്ഷ്യമിട്ടത്. കടബാധ്യത വർദ്ധിച്ചതോടെ പിതാവിന്റെ ബന്ധുക്കൾ തുടർച്ചയായി ഷെമിയെ കുറ്റപ്പെടുത്തുന്നത് ചൊടിപ്പിച്ചിരുന്നുവെന്നും അഫാൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. പ്രതിയുമായുള്ള അവസാനഘട്ട തെളിവെടുപ്പാണ് ഇനി നടക്കാനുള്ളത്. സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത 3 കേസുകളിൽ അവസാനത്തേതാണ് വെഞ്ഞാറമൂട് പോലീസ് ഇനി അന്വേഷിക്കുന്നത്. മാതാവ് ഷെമിയെ പരിക്കേൽപ്പിച്ചതും സഹോദരൻ അഫ്സാനെയും കൂട്ടുകാരി ഫർസാനെയും കൊലപ്പെടുത്തിയതും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിലാണ് 3ാമത്തെ കേസിന്റെ തെളിവെടുപ്പ്. കൂട്ടക്കൊല അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ അന്വേഷണ സംഘം മദർ കേസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ഈ കേസിനെയാണ്. അതുകൊണ്ടുതന്നെ നിർണായകമായ തെളിവെടുപ്പ് 2 ദിവസം നീണ്ടു നിന്നേക്കും. ഇതിനായുള്ള ഒരുക്കങ്ങൾ വെഞ്ഞാറമൂട് പോലീസ് പൂർത്തിയാക്കി.